MSN ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ റയൽ ബെറ്റീസ് ഒരു പോയിന്റ് നേടിക്കൊണ്ട് മത്സരം 1-1 സമനിലയിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ ലാലീഗിൽ നടന്ന മത്സരമായിരുന്നു റയൽ മാഡ്രിഡ് വേഴ്സസ് റയൽ ബെറ്റീസ്. ഇന്നലെ റയൽ ബെറ്റീസിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള ഹെക്ടർ ബെല്ലറൈൻ അവസാന ഇഞ്ചുറി ടൈമിലായിരുന്നു റയലിൻ്റെ പോസ്റ്റിലേക്ക് ഗോൾ നേടുന്നത്. ഇതോടുകൂടി ഇന്നലത്തെ മത്സരം സമനിലയിലായിരുന്നു അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലത്തെ മത്സരത്തിൽ റയലിന് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് വിനീഷ്യസ് ജൂനിയർ ആയിരുന്നു. അതും 17ാമത്തെ മിനിറ്റിലായിരുന്നു താരം ഇന്നലെ റയലിന് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഗോൾ വന്ന വഴി നമ്മൾ നോക്കുമ്പോൾ ആദ്യം ഫെഡറിക്കോ വാൽവേർദെ അടിച്ച ശക്തമായ ഷോട്ടായിരുന്നു. അത് റയൽ ബെറ്റീസിൻ്റെ ഗോൾ കീപ്പറായിട്ടുള്ള റോഹി സിൽവ അത് കൈവിട്ടപ്പോൾ വിനീഷ്യസിൻ്റെ കൈക്കിൽ ആ പന്ത് ലഭിച്ചു. അത് അങ്ങനെ താരം ഗോളാക്കി മാറ്റുകയായിരുന്നു. അതിനുശേഷം പിന്നീട് റയൽ മാഡ്രിഡ് മികച്ച ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവർക്ക് പിന്നെ ഗോളുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ കൂടുതൽ ശക്തരായി തന്നെ ഇന്നലെ റയൽ ബെറ്റീസ് കളിക്കളത്തിലേക്ക് വന്നു. അങ്ങനെയാണ് അവർക്ക് അവസാന ഇഞ്ചുറി ടൈമിൽ ഒരു സമനില ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നലെ റയൽ ബെറ്റീസ് 19 ഷോട്ടുകളായിരുന്നു ഉതിർത്തത്. അതിൽ നിന്നും ടാർഗറ്റിലേക്ക് വന്നത് 4 എണ്ണമായിരുന്നു. മറുവശത്ത് റയൽ മാഡ്രിഡ് 12 ഷോട്ടുകൾ ഉതിർത്തപ്പോൾ അതിൽ നിന്നും ടാർഗറ്റിലേക്ക് 8 എണ്ണമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ റയലിൻ്റെ മുന്നേറ്റ നിരയിൽ ഉണ്ടായിരുന്നത് വിനീഷ്യസ് ജൂനിയർ, കിലിയൻ എംബാപ്പെ, ബ്രാഹിം ഡിയാസ്, ഫെഡറിക്കോ വാൽവേർദെ, ബെല്ലിംഗാം എന്നിവരുണ്ടായിട്ടും ഇന്നലത്തെ മത്സരത്തിൽ അവർക്ക് ഇന്നലെ സമനില മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ലാലീഗ ടേബിളിൽ ബാഴ്സലോണ തന്നെയാണ് ഒന്നാമത് നിൽക്കുന്നത് 32 മത്സരങ്ങളിൽ നിന്നും 82 പോയിന്റ് നേടിക്കൊണ്ട്. എന്നാൽ റയൽ മാഡ്രിഡ് ഇപ്പോൾ നിൽക്കുന്നത് 33 മത്സരങ്ങളിൽ നിന്ന് 74 പോയിന്റ് നേടിക്കൊണ്ട് ബാഴ്സയേക്കാളും 8 പോയിന്റിന് പിറകിലാണ് ഇപ്പോൾ റയൽ നിൽക്കുന്നത്. ഈ സീസണിൽ അങ്ങനെ ഏകദേശം റയലിൻ്റെ കിരീട സാധ്യതകൾ ഇപ്പോൾ മങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.